തറാവീഹ് നിസ്കാരത്തിൽ വിത്തറിൽ കുനൂത്ത് അവസാന 10 ദിവസങ്ങളിലായി ചെയ്യാറുള്ളത്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, അവസാന 10-ൽ മാത്രമാണോ വിത്തറിൽ കുനൂത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എല്ലാ വിത്തറിലും കുനൂത്ത് ഓതിയിട്ടുണ്ടോ, ദുആ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുനൂത്ത് ഓതാൻ കഴിയുമോ? ഇതിൻ്റെ ശരിയായ വിധി ഒന്ന് വിശദീകരിച്ച് തരാമോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന് കുനൂത്തിൻ്റെ വാചകങ്ങൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലി ഫീമാ അഅതൈത വഖ്നി ശർറ മാ ഖളൈത എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു വാചകം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ സുബഹിക്ക് ഓതുന്നൊരു കുനൂത്തുണ്ട്. ആ കുനൂത്തിൻ്റെ വാചകങ്ങൾ യഥാർത്ഥത്തിൽ വിത്തറിൽ കുനൂത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല സഹാബത്തിൽ നിന്ന് അവർ കുനൂത്ത് ഓതിയതായിക്കൊണ്ട് വിത്തറിൽ കുനൂത്ത് ഓതിയതായിക്കൊണ്ട് ധാരാളം ഹദീസുകളിലൂടെ അത് സ്ഥിരപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ട 1-2 ഹദീസുകൾ ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഹദീസുകൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കുനൂത്ത് അത് പറ്റുമെന്ന് പറഞ്ഞത്, അഥവാ പ്രത്യേകിച്ചും വിത്തറിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഇപ്പോൾ മദ്ഹബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം, ആ അഭിപ്രായത്താണ് ഇമാം നവവി റഹിമഹുല്ല എന്താക്കിയിട്ടുള്ളത്, ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നിന്നും പല പണ്ഡിതന്മാരും, അപ്പോൾ അതിലിപ്പോൾ ഹംബലി മദ്ഹബിൽ ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ അത് മുഗ്നിയിലൊക്കെ ആ കാര്യം വളരെ കൃത്യമായിട്ട് എന്താക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഇബ്നു ഹസ്ം റഹിമഹുല്ല, ആധുനികന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഒക്കെ കുനൂത്ത് വിത്തറിൽ ഓതൽ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിനവർ തെളിവ് കൊണ്ടുവന്നത് ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൊട്ട് പറയുകയാണ്. അതായത് അൽക്കമ റഹിമഹുല്ല പറയുകയാണ്, അന്ന ഇബ്നു മസ്ഊദിൻ വ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു യഖ്നുതൂന ഫിൽ വിത്രി ഖബല റുകൂഇ. അപ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഖബല റുകൂഉം ഹദീസിൽ വന്നിട്ടുണ്ട്, ബഅദ റുകൂഇന് ശേഷം എന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റുകൂഇൻ്റെ മുമ്പും നിർവഹിക്കാം, ശേഷവും നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണെന്ന് അതിലൂടെ കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇബ്നു മസ്ഊദും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുമൊക്കെ വിത്തറിൽ റുകൂഇന് മുമ്പ് അവർ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്നതാണ്. ഇതിനെ ഇബ്നു അബി ഷൈബ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസന്നഫിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഇതിൻ്റെ സനദ് ഹസനാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഇർവാഉൽ ഖലീലിൽ ഇതൊരു അമല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അതായത് ജവ്വദ ഇസ്നാദുഹു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സനദ് വലിയ പ്രശ്നമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഹദീസിനെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ ഒരു കാര്യമുള്ളതായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഈ ഇതിനെക്കുറിച്ച് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറഞ്ഞതുമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാലാല ഷർത്തി മുസ്ലിം എന്നൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ധാരാളം മറ്റു ഹദീസുകളിൽ കാണാൻ കഴിയും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയിരുന്നു എന്നതിന് നമുക്ക് നാസിലത്തിൻ്റെ കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റു നബി കുനൂത്ത് ഓതിയ സംഭവവും, എന്നിട്ട് ചില വ്യക്തികൾക്കെതിരിൽ അതിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ അങ്ങനെ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് തിരുത്തിയ സംഭവങ്ങളൊക്കെ വന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ റാഫി മൗല റസൂലുള്ളാഹി അബു റാഫി പറയാണ്, നബിയുടെ മൗലയായിരുന്നു അദ്ദേഹം പറയും, സല്ലൈതു ഖൽഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഫഖനത ബഅദ റുകൂഇ, അദ്ദേഹം റുകൂഇന് ശേഷം കുനൂത്ത് ഓതാറുണ്ടായിരുന്നു. വ റഫഅ യദൈഹി വ ജഹറ ബിദ്ദുആഇ, ആ സമയത്ത് അദ്ദേഹം കൈകൾ ഉയർത്താറുണ്ടായിരുന്നു, ദുആ ഉറക്കെ ചൊല്ലാറുമുണ്ടായിരുന്നു എന്നതാണ്. മഹാനായ അബ്ദുർ റസാഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസന്നഫിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം തൊബിലി റഹിമഹുല്ല തഹദീബുൽ ആസാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹക്കി തൻ്റെ സുനനുൽ കുബ്രയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം ബൈഹക്കി ഹദീസ് സഹീഹാണെന്ന് ഹുക്മ് പറയുകയും ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അബൂ ഉസ്മാൻ അൻ നഹദി റഹിമഹുല്ല പറയുകയാണ് അൻ ഉമറ അന്നഹു ഖാന യഖ്നുതു ബഅദ റുക്കൂ, അദ്ദേഹം റുക്കൂവിന് ശേഷം കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹദീസുകളിൽ വന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അനിൽ അവ്വാം ഇബ്നു ഹംസ ഖാല സഅൽതു അബാ ഉസ്മാൻ അനിൽ ഖുനൂത്തി ഫഖാല ബഅദ റുക്കൂഇ ഖുൽതു അമ്മൻ ഖാല അൻ അബീ ബക്കറിൻ വ ഉമർ വ ഉസ്മാൻ. അപ്പോൾ ഞാൻ കുനൂത്തിനെ കുറിച്ച് അബൂ ഉസ്മാനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റുക്കൂവിന് ശേഷമാണ് കുനൂത്തുള്ളത്. അപ്പോൾ ചോദിച്ചു ആരാണ് അങ്ങനെ ചെയ്തത്? പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇബ്നു അബി ഷൈബ റഹിമഹുല്ലയാണ്. അതുപോലെ തന്നെ അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അസ്സുആലിൽ അസ്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇർവായിൽ മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഈ ഹദീസ് ഹസനാണെന്ന് ഹുക്കുമ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പല ഹദീസുകളുടെയും സനദുകളിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തന്നെ സഹീഹായ നിലക്ക് അഥവാ അമലിന് പറ്റുന്ന രൂപത്തിൽ കുനൂത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞ് ഒരു സഹാബിയിൽ നിന്നൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ആകെ ഒരു സഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് ഉമർ റളിയല്ലാഹുവിൽ നിന്നാണ്. അപ്പോൾ ബുഖാരിയിൽ 1-ാമത്തെ ഹദീസ് അതാണ്. എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കയ്യുയർത്തുന്നത് അത് ഇബ്നു ഉമറിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അത് തന്നെ സ്വഹീഹാണോ അല്ല, അത് നബിയിലേക്ക് ചേർത്തി പറയാൻ പറ്റുമോ പറ്റൂല എന്നൊക്കെ പണ്ഡിത ലോകത്ത് വേറെ ചർച്ചയുണ്ട്. അപ്പോൾ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി ഒരു സഹാബിയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്നൊക്കെ സർക്കുലറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചെയ്യണ വേറെ കുറേ അമലുകൾ അതിൻ്റെ പേരിൽ എന്താക്കേണ്ടി വരും, തടഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ സഹാബത്ത് ചെയ്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അസ്ലിയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് കുനൂത്ത് എന്നുള്ളതാണ്. ഇനി ഈ കുനൂത്ത് റുക്കൂവിന് മുമ്പാണോ ശേഷമാണോ ചൊല്ലേണ്ടത് എന്ന തർക്കം പോലെ തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം സഹാബത്തിനിടയിലുള്ളത് പോലെ തന്നെ, കാരണം രണ്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ തന്നെ റമളാനിൽ മാത്രമുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ്. അവിടെ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞത് വിത്റിൽ കുനൂത്ത് മഷ്റൂആണ്. അത് റമളാനിലും അല്ലാത്ത കാലഘട്ടത്തിൽ എപ്പോഴും എന്താക്കാം, കുനൂത്ത് ചൊല്ലാം. അപ്പം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല വിഷയത്തിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒക്കെ മുത്തലക്കായി വന്ന ഹദീസുകളാണ്. മുത്തലക്ക് പറഞ്ഞാൽ നിരുപാധികം, ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ റമളാനിലെ ആദ്യത്തെ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് വിത്റിൽ കുനൂത്ത് സുന്നത്ത് ആയിക്കൊണ്ട് അവർ കാണാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഷാഫി പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 15 വരെ എന്തുണ്ടാവില്ല, വിത്റിൽ കുനൂത്ത് ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മുഴുവൻ ഓതണതിന് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഒരാൾ പകുതിയുടെ ശേഷം ഓതുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. ഇനി ഒരാൾ കുനൂത്ത് ഓതിയില്ല, ഫമൻ കനത്ത ഫഹു അഹ്സൻ ഫമൻ ലം യഖ്നുത് ഫഹു അഹ്സൻ. ആരെങ്കിലും കുനൂത്ത് ഓതി എന്നാൽ അത് നല്ലതാണ്, ഓതില്ല എന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ഈ നിലക്ക് എന്നാൽ ഹദീസുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്നതിന് ശേഷം എന്നൊരു പ്രത്യേക ഇതില്ലാത്തതുകൊണ്ട് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞിട്ടെന്നോ അവസാനത്തെ 10 അങ്ങനെയൊന്നുമില്ല. ഓതാണെന്നുണ്ടെങ്കിൽ എന്താക്കാം, റമളാനിലും അല്ലാത്ത സമയത്തൊക്കെ വിത്റിൽ നമുക്കത് സ്ഥിരമായി ഓതാവുന്നതാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചപ്പോൾ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുനൂത്തുള്ള വിവരം അറിഞ്ഞോളണം എന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു കുനൂത്ത് പെട്ടെന്ന് ഒരു പള്ളിയിൽ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം ചെന്ന് അതിന് കുനൂത്ത് ഓതിയപ്പോൾ ആളുകളാകെ വസ്വാസിലാവുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങരുത്. അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ കുനൂത്ത് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ മസലകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താകണം, അവിടെ സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ക്ലാസ് എടുത്ത് കൊടുത്ത് അവരെല്ലാവരും പറയുന്നതായിക്കോട്ടെ നമ്മളൊന്ന് ഇനി മുതൽ എന്താക്കാം തുടങ്ങുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താക്കാം അവിടെ തുടങ്ങുക. അതിൻ്റെ കുനൂത്ത് തുടങ്ങിയതിൻ്റെ പേരിൽ ഇനിയൊരു പള്ളിയിൽ പ്രശ്നം ഉണ്ടാകാനും അവിടെ സാധാരണ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾ പിന്നീട് അത് വിട്ടുപോകുന്ന രീതിയിലേക്ക് വരാനും അതിൻ്റെ പേരിൽ ഒരു ഇഖ്തിലാഫ് ഉണ്ടാകാൻ, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമുക്ക് എപ്പോഴും എന്താക്കാം, കുനൂത്ത് ഓതാവുന്ന വിത്തറിൽ ഏത് സമയത്തും നമുക്ക് റമളാനിലോ അല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ കുനൂത്ത് നിർവഹിക്കാവുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.